ഈ അടുത്ത കാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ യുവജന പ്രക്ഷോഭമായിരുന്നു ഡൽഹിയിൽ നടന്ന CJP പ്രൊട്ടസ്റ്റ്. അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് ഒരുപാട് സിനിമാ നടിമാരും നടന്മാരൊക്കെ മുന്നോട്ട് വന്നിരുന്നു. പക്ഷെ അവർക്കെതിരെ ഈ സംഘപരിവാർ ഹാൻഡിലുകളിൽ നിന്ന് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെങ്ങനെ നോക്കി കാണുന്നു? ശരിക്കും നമ്മളിത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമരത്തിൻ്റെ തുടക്കം, അതായത് അഭിജിത്ത് ദീപ്കെ ഒരു ഇൻസ്റ്റഗ്രാം വിപ്ലവത്തിലൂടെയാണ് CJP എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റിന് രൂപം കൊടുക്കുന്നത്. അതിൻ്റെ തുടക്ക സമയം തന്നെ, അതായത് BJPയെ മറികടന്ന് അതിനേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് ഇൻസ്റ്റഗ്രാമിലെത്തി എന്നുള്ള ഒരു തുടക്കത്തിൽ നിന്നാണ് ശരിക്കും CJP സമരം തുടങ്ങുന്നതിന് മുൻപേ CJP എന്നുള്ളൊരു പേര് നമ്മുടെ നവമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവിടം തൊട്ടിങ്ങോട്ട് BJP നടത്തിക്കൊണ്ടിരുന്ന ഗോദി മീഡിയകളെ ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രചാരണമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഇത് രാജ്യവിരുദ്ധ ശക്തികളാണ് ഇതിൻ്റെ പുറകിൽ എന്ന് തുടങ്ങി. ശരിക്കും നമ്മുടെ രാജ്യത്തെ ഒരു സുപ്രീം കോടതി ജസ്റ്റിസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു പ്രസ്താവനയെ തുടർന്ന് രാജ്യത്തെ യുവാക്കളെ ഒന്നാകെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പാറ്റകളോട് ഉപമിച്ച് അതിനെ അധിക്ഷേപിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റിൻ്റെ തുടക്കം കുറിക്കുന്നത്. അവിടം തൊട്ട് ഇങ്ങോട്ട് ശരിക്കും നമ്മുടെ രാജ്യത്തെ യുവാക്കൾ, ജെൻസികൾക്ക് രാഷ്ട്രീയമില്ല, ആ രാഷ്ട്രീയവാദികളാണ് എന്ന് വാദിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നിട്ടാണ് ഈ സമരം തുടക്കം കുറിക്കുന്നത്. ആ തുടക്ക സമയം തൊട്ട് ഏറ്റവും അവസാനം ജന്തർ മന്ദറിന് മുൻപിലേക്ക് നീറ്റ് പരീക്ഷാ ക്രമക്കേട് ആരോപിച്ചുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരം ഇവിടെ എത്തിയ സമയത്ത് ആ സമയത്താണ് പറഞ്ഞിരുന്നത് ഏറ്റവും കൂടുതൽ ഈ സമരത്തിൻ്റെ പിന്നിൽ രാജ്യവിരുദ്ധ ശക്തികളാണ്, ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും പണം ഒഴുകുന്നു, അമേരിക്കയിൽ നിന്ന് വരണ്ടെന്ന് പറഞ്ഞായിരുന്നു ഒരു കൂട്ടര്. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അങ്ങനെ അത്രയും, അതായത് അമേരിക്ക വരെ ഇതിൻ്റെ പുറകിലുണ്ടെന്ന്. അമേരിക്ക ആരാണെന്നുള്ളത് നമ്മൾ നോക്കണം. ട്രംപ് എന്ന് പറയുന്നത് മൈ ഫ്രണ്ടാണ് എന്ന് പറയുന്ന നരേന്ദ്രമോദിയും. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ആണ് ഇവർ പറയുന്നത് ഇത് രാജ്യവിരുദ്ധ ശക്തികളാണ് ഇതിൻ്റെ പുറകിൽ നിന്ന്. അതൊരു പശ്ചാത്തലം. രണ്ടാമതെന്ന് പറയുന്നത് രാജ്യത്ത് യുവജനങ്ങളായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ചും നമ്മുടെ രാജ്യത്തെ യുവാക്കൾ തൊഴിലില്ലാതിരിക്കുന്ന ഒരു സാഹചര്യവും തൊഴിൽ രഹിതരായിട്ട് പോകുന്ന ഒരു സാഹചര്യവും നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. ഈ ഒരു സാഹചര്യത്തേക്ക് മുൻനിർത്തിയിട്ട് CJP സമരവുമായിട്ട് മുന്നോട്ട് പോയ സമയത്ത് നമ്മുടെ രാജ്യത്തെ യുവാക്കളെ വളരെ ബ്രൂട്ടലായിട്ടുള്ള രീതിയിൽ അടിച്ചമർത്തുന്ന കാഴ്ചയാണ് നമ്മളവിടെ നിന്ന് കണ്ടത്. അവർക്ക് നേരെ ടിയർ ഗ്യാസുകൾ ഉപയോഗിച്ചുകൊണ്ട്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ടിയർ ഗ്യാസുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ തല്ലി തകർത്തുകൊണ്ട് ആ സമരത്തെ ഇല്ലാതാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തെ സാംസ്കാരിക പ്രവർത്തകർ, പ്രത്യേകിച്ചും സിനിമാ മേഖലയിലുള്ള പ്രവർത്തകർ, പ്രകാശ് രാജിനെ പോലെ, അതുപോലെ തന്നെ വിസ്മയ മോഹൻലാലിനെ പോലെ, അതുപോലെ തന്നെ ഒട്ടനവധി സിനിമാ താരങ്ങൾ ഈ ഒരു സമരത്തെ ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് വരുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. ഈ ഒരു സമയത്താണ് സംഘപരിവാർ ഇവർക്കെതിരെ, അതായത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, കഴിഞ്ഞ ദിവസം വിസ്മയ മോഹൻലാലിൻ്റെ ഒരു സിനിമ ഇറങ്ങി, തുടക്കം എന്നുള്ളത്. ശരിക്കും മലയാള സിനിമയിലേക്ക് തുടക്കം കുറിച്ചിട്ടുള്ള വിസ്മയ മോഹൻലാലിൻ്റെ വളരെ മികച്ചൊരു പ്രകടനമൊക്കെ ഉള്ള ഒരു സിനിമയാണ്. പക്ഷേ ഈ CJP സമരത്തെ അനുകൂലിച്ചു എന്നുള്ള ഒരു കാരണം കൊണ്ട് സംഘപരിവാർ വിസ്മയ മോഹൻലാലിനെ ഒരു എതിരാളിയായി കണ്ടുകൊണ്ട് അവരെ സൈബർ ഇടങ്ങളിൽ അധിക്ഷേപിക്കുന്ന കാഴ്ചകൾ നമ്മളോട്. മാത്രമല്ല ഇതുപോലെ ഉള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സാംസ്കാരിക പ്രവർത്തകരായിക്കോട്ടെ, പ്രകാശ് രാജ് സിനിമയിലെ വില്ലൻ വേഷങ്ങൾ ചെയ്യുമ്പോൾ ശരിക്കും രാജ്യത്തിൻ്റെ പൊതുവിഷയങ്ങളിൽ, പ്രത്യേകിച്ചും യുവാക്കളുടെ വിഷയത്തിൽ പ്രകാശ് രാജ് നേരിട്ട് ഇടപെടുന്ന ഒരു ഹീറോ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സംഘപരിവാറിന് എതിരായിട്ട് ആരൊക്കെ ശബ്ദങ്ങൾ ഉയർത്തുന്നു അവരെല്ലാം തന്നെ രാജ്യവിരുദ്ധരായിട്ട് മാറ്റപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പ്രത്യേകിച്ചും അവരൊരു മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും തീവ്രവാദികളാണ് എന്നുള്ള ഒരു ലൈനിലേക്കാണ് ഇവരെത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ് കാവ്യക്ക് ഇത് തോന്നുന്നത്? അതെ, ഒരു 2015 ശേഷം ഇങ്ങോട്ട് ഈ ഇത്തരത്തിലുള്ള ഒരു പ്രവണത കൂടുതലായിട്ടാണ് കണ്ടുവന്നിട്ടുള്ളത്. അതായത് ഒരു മുസ്ലിം നാമധാരിയാണെങ്കിൽ അവർ ജിഹാദിയാണ് അല്ലെങ്കിൽ ആൻറ്റി നാഷണൽ ആണെന്ന് വരുത്തി തീർക്കുന്ന രീതിക്കാണ് ഇവരുടെ ഒരു സംസാരം പോകുന്നത്. നമ്മുടെ പുഴു സിനിമ ഇറങ്ങിയപ്പോൾ മമ്മൂട്ടി ഇതേ രീതിക്കാണ് അധിക്ഷേപിച്ചത്. അതുപോലെ തന്നെ ഈ അടുത്ത് അൻസിബാസനെ അധിക്ഷേപിക്കാൻ ഉപയോഗിച്ചതും ഇതേ വാക്കുകൾ തന്നെയാണ്. ഞാനിത് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ ഒരു സാധനം എന്ന് പറയുന്നത്, മലയാള സിനിമയെ വിലയ്ക്ക് വാങ്ങാൻ അദാനിയെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തിയ ഒരു ശ്രമത്തെ മാലാ പാർവതിയും അൻസിബ ഹസനും ചേർന്ന് എതിർക്കുന്നു. ഉടനെ അൻസിബ ഹസൻ ജിഹാദിയാവുകയാണ്. ശ്വേതാമേനോൻ അടങ്ങുന്ന ഒരു കൂട്ടം ആളുകൾ അൻസിബയെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്നു. അപ്പോൾ ശരിക്കും സിനിമയിലേക്കുള്ള സംഘപരിവാറിൻ്റെ തുടക്കം
പ്രവേശനം ഈ ഒരു അടുത്ത കാലത്തൊന്നുമല്ല, അതിന് വളരെ കാലങ്ങൾക്ക് മുൻപ് തന്നെ നമുക്ക് ഈ ഒരു പ്രവണത നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പലതരത്തിലുള്ള പ്രൊപ്പഗാൻഡ സിനിമകളെക്കുറിച്ച് നമ്മൾ ഇപ്പോഴാണ് സംസാരിക്കാൻ തുടങ്ങി എനിക്ക് തോന്നുന്നു. പക്ഷേ അതിനൊക്കെ വളരെ മുന്നേ, ഏകദേശം 6-ാം തമ്പുരാനിൽ മനപൊളിക്കാൻ വേണ്ടിയിട്ട് ബോംബ് കൊണ്ടുവരേണ്ടത് മലപ്പുറത്ത് നിന്നാണെന്ന് പറയുന്നൊരു സാഹചര്യം. അപ്പോൾ മലപ്പുറത്ത് എന്ന് പറയുന്നത് മുസ്ലിം മെജോറിറ്റി ഏരിയ ആണ്. അതുപോലെ തന്നെ ധ്രുവം സിനിമയിൽ മമ്മൂട്ടിക്ക് എതിരാളിയായിട്ട് ഹൈദറിനെ കൊണ്ടുവന്ന് വെക്കുന്നു. ഹൈദർ ഒരു തീവ്രവാദിയാണ് എന്നുള്ള തരത്തിലേക്ക് കൊണ്ടുവന്നത്. അതായത് പക്ക പ്രൊപ്പഗാൻഡകൾ സിനിമകൾ വളരെ കാലങ്ങൾക്ക് മുൻപുണ്ടായിരുന്നു. ആ പ്രൊപ്പഗാൻഡ സിനിമകൾ വളരെ കാലങ്ങൾക്ക് മുൻപേ നമ്മുടെ പൊതുബോധത്തിലേക്ക് എത്തി അവിടെ സൃഷ്ടിച്ചു വെച്ചൊരു സാധനമുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ഒളിച്ചു കടത്തലാണെങ്കിൽ ഇന്നത് നേരിട്ട് പറയുന്ന രീതിയിലേക്ക് വളർന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും തീർച്ചയായിട്ടും അത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് അത് നമ്മൾ പല സിനിമകളെക്കുറിച്ച് നമ്മൾ പിന്നീട് അതിൻ്റെ പ്രൊപ്പഗാൻഡകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് പിന്നിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാവും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ സവർക്കറുടെ ചരിത്രം പറഞ്ഞു. സവർക്കർ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും അധിക കാലം ജയിലിൽ കിടന്ന ആളാണ്. ഏറ്റവും അധിക കാലം സ്വാതന്ത്ര്യ സമരത്തിൽ ജയിലിൽ കിടന്ന ആളാരാണെന്നുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ക്വസ്റ്റ്യനായിട്ട് കൊടുക്കുമ്പോൾ അവിടെ പറഞ്ഞു വെക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അതായത് സംഘപരിവാർ സൈദ്ധാന്തികനായിട്ടുള്ള സവർക്കർ ആൻഡമാൻ നിക്കോബാർ ജയിലിൽ നിന്നുകൊണ്ട് ബ്രിട്ടീഷ് സർക്കാരിന് മാപ്പെഴുതി കൊടുത്ത് 50 രൂപ ധനസഹായം കൈപ്പറ്റിയിരുന്ന സവർക്കർ, ആ സവർക്കർ രാജ്യസ്നേഹിയാക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ ജീവിക്കുന്നത് തീർച്ചയായിട്ടും നമുക്കത് ചർച്ച ചെയ്തുകൊണ്ട കാര്യമാണ്. ഈ ഒരു പ്രൊപ്പഗാൻഡയെ നമ്മൾ ഇപ്പോൾ നമ്മുടെ പാഠപുസ്തകങ്ങളിലേക്ക് വരുന്ന ഒരു സമയത്ത് വളരെ കാലങ്ങൾക്ക് മുൻപ് തന്നെ സിനിമയിലൂടെ ഈ സാധനങ്ങളെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട് പ്രിയദർശൻ അടക്കമുള്ള ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കാലാപാനി സിനിമ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് ആ ഒരു സിനിമയിലൂടെയാണ് നമുക്ക് മനസ്സിലാവും എത്രത്തോളം സവർക്കറെ ഒരു മഹത്വവൽക്കരിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തോന്നുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സിനിമാ താരങ്ങളുടെ രാഷ്ട്രീയ പ്രവേശനം. തീർച്ചയായിട്ടും സിനിമാ താരങ്ങളുടെ രാഷ്ട്രീയ പ്രവേശനം എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവകരമാണ്. കാരണം ഒരു കാലത്ത് നമ്മുടെയൊക്കെ ഇപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ സിനിമകളെ റോൾ മോഡലാക്കിയിരുന്ന ഒരു യുവതയുടെ ഒരു കാലത്തായിരുന്നു നമ്മളൊക്കെ ജീവിച്ചിരുന്നത്. ഇപ്പം നമ്മുടെ ഈ ഒരു ജെൻസി കാലഘട്ടത്തിന് ശേഷം ജെൻ ആൽഫയിലേക്ക് വരുമ്പോൾ അവരുടെ റോൾ മോഡലുകളും ഏകദേശം സിനിമാ താരങ്ങളിലേക്കൊക്കെ എത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ റോൾ മോഡലായിട്ട് കണ്ടിരുന്ന ആളുകൾ ഒരു പക്ഷം പിടിച്ചുകൊണ്ട് രാഷ്ട്രീയ ഭാഗത്തേക്ക് പോകുന്നു എന്നുള്ളത് പ്രത്യേകിച്ചും എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്ന് പറയുന്നത് ഇടതുപക്ഷ പ്രവർത്തകരായിരുന്ന സിനിമാ താരങ്ങൾ പണ്ട് KPSCയുടെയൊക്കെ നാടകങ്ങളിലൂടെയൊക്കെയാണ് സിനിമാ താരങ്ങൾ കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എം മുകേഷിനെ പോലെ, അതുപോലെ തന്നെ KPSC ലളിതയെ പോലെ, ഇന്നസെൻറ്റിനെ പോലെ ഒരുപാട് ആളുകൾ സിനിമയിലേക്ക് KPSCയിലൂടെയൊക്കെയാണ് കടന്നു വന്നിട്ടുണ്ടായിരുന്നതെങ്കിൽ ഇന്ന് സംഘപരിവാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടറികളിൽ നിന്നും സിനിമയിലേക്ക് ആളുകൾ റിക്രൂട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഈ ഒരു സംഗതി വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഈ 2026 നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശരിക്കും BJP സിനിമാ താരങ്ങളെ പർച്ചേസ് ചെയ്യുകയായിരുന്നു. അതെ, തീർച്ചയായിട്ടും അങ്ങനെയല്ലേ തോന്നില്ലേ? അതെ, നമ്മുടെ അഖിൽ മാരാറ്, അതുപോലെ തന്നെ ഇവിടെ അഞ്ജലി നായർ ഇവരൊക്കെ സിനിമാ മേഖലയിൽ നിന്നുള്ളവരാണ്. രണ്ടുപേരെ മത്സരിക്കാൻ നോക്കി, പക്ഷെ രണ്ടുപേര് വോട്ടർ ലിസ്റ്റിൽ പോലും ഇല്ലാത്തവർ, അതും സിനിമാ മേഖലയിൽ നിന്നുള്ളവർ. അപ്പോൾ ഈ രീതിയിൽ ലക്ഷ്മി പ്രിയനെ മത്സരിപ്പിക്കാൻ വേണ്ടി നോക്കി, അതുപോലെ തന്നെ മഞ്ജുവിനെ മത്സരിപ്പിക്കാൻ വേണ്ടി നോക്കി, ഏറ്റവും ഒടുവിൽ ശ്വേതാ മേനോനെ വരെ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കി എന്നുള്ളതാണ്. അതായത് പക്ക പ്രൊപ്പഗാൻഡകൾ സിനിമയിലേക്ക്, ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ പേറുന്നവർ സിനിമയിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ രാഷ്ട്രീയവും സിനിമയാകണം എന്നുള്ളൊരു അജണ്ട സംഘപരിവാർ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് ശരിക്കും ഇതിൻ്റെയൊക്കെ തുടക്കം. നമ്മൾ ഇപ്പം നോർമലായിട്ട് ഇപ്പം ഞാൻ ചിന്തിക്കുമ്പോഴാണെങ്കിലും കാവ്യ ചിന്തിക്കുമ്പോഴാണെങ്കിലും നമ്മളിപ്പോഴാണ് സിനിമയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയത്. പക്ഷേ നമുക്ക് മുന്നുള്ള ഒരു തലമുറ ഒരുപക്ഷെ സിനിമയെക്കുറിച്ച്, സിനിമയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാവണമെന്നില്ല. അവർക്ക് ആ ഒരു ബോധം വന്നു തുടങ്ങിയ സമയവും സാഹചര്യവും വെച്ചിട്ടാണ് നമ്മൾ ഇത് സംസാരിക്കുന്നത്. ആ ഒരു ബോധത്തിൽ നിന്നാണ് ശരിക്കും പുഴു പോലെയുള്ള പക്കാ ബ്രാഹ്മണിക്കലായിട്ടുള്ള ജീവിത വ്യവസ്ഥയെ കൃത്യമായിട്ട് കാണിച്ചു എന്നുള്ളത് കൊണ്ട് മമ്മൂട്ടി തീവ്രവാദിയാക്കപ്പെടുന്നു. അതുപോലെ തന്നെ സമരത്തെ, CJP സമരത്തെ, യുവാക്കളുടെ സമരത്തെ ഐക്യദാർഢ്യം അറിയിച്ചതുകൊണ്ട് വിസ്മയ മോഹൻലാൽ തീവ്രവാദിയാകുന്നു. അതുപോലെ തന്നെ ഷൈനികം കഫിയ ധരിച്ചുകൊണ്ട് ഷൈനികം സുഡാപ്പിയാകുന്നു. ഇപ്പോൾ പുതിയൊരു
ലൈനാണത്. അതായത് സംഘപരിവാറിനെ എതിർക്കുന്ന മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളാണെങ്കിൽ അവരൊക്കെ സുഡാപ്പിയാണെന്നുള്ളത്. അപ്പോൾ ഈ അതായത് പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയവും പറയാൻ പോകുന്ന രാഷ്ട്രീയവും സിനിമയിൽ നിന്നുള്ളതാണെങ്കിൽ ഞങ്ങളുടെ ഭാവിയിൽ ഞങ്ങൾ തീവ്രവാദികളാക്കപ്പെടും എന്നുള്ളൊരു മുന്നറിയിപ്പാണ്. നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾ തീവ്രവാദികളാക്കപ്പെടും എന്നുള്ളൊരു മുന്നറിയിപ്പാണ് സംഘപരിവാർ സിനിമാ മേഖലയിലുള്ളവർക്കും കലാകാരന്മാർക്കും മുൻപിൽ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെ കണ്ട കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം അതേ രീതിക്ക് തന്നെയാണ് സംഘപരിവാറിൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്കെതിരെ സംസാരിക്കുന്ന ആരാണോ അവരെ തീവ്രവാദി മുദ്ര ചാർത്തുക, അല്ലെ ജിഹാദിയാക്കുക, അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്നവരാണെങ്കിൽ, അത് ഈ മേജർ രവിയില്ലേ അവരൊക്കെ പോലുള്ളവരാണെങ്കിൽ അവരൊക്കെ ദേശസ്നേഹികളായി വാഴ്ത്തപ്പെടുന്നവരാക്കുക.